ദേ ഇത് എന്തുവാണെന്ന് നിങ്ങൾക്ക് പറയാവോ? നമ്മളെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ പൂച്ചപ്പഴം. പണ്ടൊക്കെ ഉള്ളവർക്കറിയാം, ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും അറിയത്തില്ലായിരിക്കും. ദേ സൂപ്പർ പാഷൻ ഫ്രൂട്ട് ഇല്ലയോ? പാഷൻ ഫ്രൂട്ട് പക്ഷെ ഇത്രയുണ്ട്. ഇത് അതിന്റെ ജൂനിയർ. നല്ല മധുരം. പാഷൻ ഫ്രൂട്ടിന് പുളിയാ, പക്ഷെ ഇത് നല്ല മധുരം കേട്ടോ. ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും അറിയത്തില്ല. ഞാൻ കാണിച്ചു തരാം. നേരത്തെ ഉള്ളവർക്കെല്ലാം ഈ സംഭവം അറിയാം. പറമ്പിലും അതേ കണക്ക് എന്താണ്ട ഇതിനകത്ത് പൂവുണ്ടോ? നമ്മളെ പാഷൻ ഫ്രൂട്ടിന്റെ എല്ലാം അതേ കണക്ക് ഇഷ്ടം പോലെ ബട്ടർഫ്ലൈ നിൽക്കുന്നു. അപ്പൊ എന്താണ്ട ഇതാ സാധനം. ഇവിടെ എല്ലാം ഉണ്ട്. കിളികൾ കൊത്തി പറിച്ചതാ കൂടുതലും, ബാക്കിയെല്ലാം പച്ച. സംഭവം എന്താണ്ട അത് പൊട്ടിച്ച് കഴിയുമ്പോ കണ്ടോ ഇതേ കണക്ക് നമ്മളെ പാഷൻ ഫ്രൂട്ട് എങ്ങനെയാണോ അതേ കണക്ക്, പക്ഷെ സാധനം ഇച്ചിരിയേ ഉള്ളു കേട്ടോ. മധുരം. പണ്ടൊക്കെ എന്തും വേണ്ടി തിന്നുമായിരുന്നെന്ന് അറിയാവോ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാവോ? അവര് അതിനെക്കാട്ടി നല്ല നല്ല വേറെ ഐറ്റംസ് ഒക്കെ അല്ലേ ഇപ്പൊ കഴിക്കുന്നത്. പക്ഷെ ഇതൊക്കെ കഴിക്കുന്നതിന്റെ ഒരു നൊസ്റ്റു ഉണ്ടല്ലോ. ഇതായി നിൽക്കുന്ന ഇതെല്ലാം പച്ച കേട്ടോ. ഉണ്ടോ? നല്ല നിറയെ പച്ച ഉണ്ട്. പഴുത്തത് കുറെ അപ്പുറത്ത് നിൽക്കുന്നതെല്ലാം പൊട്ടി കീറിയത്. എനിക്കൊന്ന് കിളിയെല്ലാം ഒന്ന് കൊത്തി തിന്നേണ്ടോ. അതിനകത്ത് ഇഷ്ടംപോലെ ബട്ടർഫ്ലൈ. ഓ അത് ഇത് കണ്ടോ, കലംകൊട്ടി എന്ന് പറയുന്നേ. അതിന്റെ കൂട്ടത്തിൽ ഇതുണ്ട്, കലംകൊട്ടി. ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. ഇതുള്ളടുക്ക ഇഷ്ടം പോലെ ഈ നമ്മളെ ബട്ടർഫ്ലൈസ് ഇഷ്ടം പോലെ കാണും. അതുകൊണ്ട് ഇവിടെ ഒരു പൂച്ചപ്പഴം ഉണ്ട്. അത് ഇച്ചിരി പൊട്ടിയതാ കേട്ടോ. എല്ലാം പൊട്ടിയതാ. എങ്ങനെയാണ് നമ്മളുടെ ഇതെല്ലാം പച്ചയെ. ഇതെല്ലാം അവിടെ എല്ലാം നിൽക്കുന്നത്. അതിനകത്തെല്ലാം തൊട്ടാവാടി ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ കലംകൊട്ടിയുടെ പറഞ്ഞല്ലോ, കിളിക്കാമ്പട്ടി എന്നും പറയും. നമ്മൾ ഈ ബട്ടർഫ്ലൈ പാർക്കൊക്കെ ഉണ്ടാക്കുന്നിടക്കെ ഉണ്ടല്ലോ, ഈ കലംകൊട്ടിയും കൂടെ ഇടയ്ക്ക് വെക്കും. അപ്പൊ ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസ് വരും. അതാണ്ട് ഈ ഞാൻ പറഞ്ഞ നമ്മളുടെ പൂച്ചപ്പഴത്തിന്റെ പൂവുണ്ടോ, ഇവിടെ മൊത്തം അത് തന്നെ കേട്ടോ. പക്ഷെ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം പഴുത്ത് തിന്നാന്ന് വിചാരിക്കാം. പക്ഷെ ചിലപ്പം കിളി കൊത്തും. അവിടെ എല്ലാം അതാ കണ്ടോ. വേണ്ടേ ഇവിടെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് വേണ്ട കലംകൊട്ടിയുണ്ട്. കലംകൊട്ടി 2 തരത്തിലുണ്ട്. ഒന്ന് നീല പൂവിന്റെയാ, ഇതേതാന്ന് അറിയത്തില്ല. വേണ്ടേ ഒരു പൂച്ചപ്പഴം വേണ്ടേ കണ്ടോ, സൗണ്ട് കേട്ടോ. കണ്ടോ, കിളിക്കാമ്പെട്ടിന്ന് അതിനാ നമ്മളെ കലംകൊട്ടിക്ക് പറയുന്നത്. ഇത് 2 തരത്തിലുണ്ട് കേട്ടോ. മഞ്ഞയുണ്ട്. മഞ്ഞ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ഉയരത്തി പോകുന്നയാ. ഇത് അല്ലാതെ നീല കേട്ടോ. സൗണ്ട് കേട്ടോ. അപ്പോഴേ ഇതിനകത്ത് എന്തോ ഒരു തരം പൂക്കുന്ന സമയത്ത് ഒരു തരം ഹോർമോൺ ഉണ്ട്. അപ്പൊ അത് ഈ ചിത്രശലഭങ്ങളെയൊക്കെ അട്രാക്ട് ചെയ്യും. അങ്ങനെയാണ് ഇത് കൂടുതലും വരുന്നത്. നമുക്കിപ്പം വീട്ടിലാണെങ്കിലും, പക്ഷെ കലംകൊട്ടി നമ്മളങ്ങനെ വീടുകളിൽ ആടും അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും വെക്കത്തില്ല. ആടൊക്കെ ഉണ്ടെങ്കിലുണ്ട്, അത് കഴിച്ചു കഴിഞ്ഞാൽ വിഷവാ. അപ്പൊ ഇങ്ങനെ ഞാനിപ്പോ പൊന്മനയിലാണ് നിൽക്കുന്നത് കേട്ടോ, എന്റെ നാട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ ഇതെല്ലാം ഇഷ്ടം പോലെ ഇങ്ങനെ ഇവിടെ എല്ലാം ആ ഏരിയയില് കടലാ അതുകൊണ്ടേ. അപ്പൊ ആ ഏരിയയിൽ മൊത്തം ഇതേ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുവോ. വേണ്ടേ മഞ്ഞപ്പൂവിന്റെ കണ്ടോ, ഇതങ്ങ് ഒരുപാട് ഉയരത്തിൽ പോവും. മഞ്ഞയുണ്ട് നീലയുണ്ട്. ഇവിടെ ഇപ്പൊ 2ഉം കൂടെ മിക്സ് ചെയ്ത് നിൽക്കാന്ന് തോന്നുന്നു. ഈ നാട്ടിൻപുറങ്ങളിലെല്ലാം ഒരുപാട് ഈ പൂച്ചപ്പഴം എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ ആർക്കും അറിയത്തില്ല. പക്ഷെ അതേ കണക്ക് തന്നെ നമ്മൾ ഈ ചെടികളൊക്കെ വീട്ടിൽ സാധാരണ ചെടികളൊക്കെ നിൽക്കുന്നതിന് ഇടയ്ക്ക് എവിടെങ്കിലും ഒക്കെ ഈ കലംകൊട്ടിയുടെ ചെറിയ ഓരോ മൂട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബട്ടർഫ്ലൈ ആവും കേട്ടോ. ഞാൻ എന്തായാലും 2-3 വിത്ത് എന്തായാലും എടുത്തോണ്ട് പോകും. ഇടയ്ക്ക് എവിടെങ്കിലും ഒക്കെ. അവിടെ ഇപ്പം വീട്ടിലിപ്പോൾ ആടൊന്നും ഇല്ല, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ അതും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാ. ഇതേ കണക്ക് ഇങ്ങനെ നമ്മളിപ്പോ കണ്ടില്ലേ, അവിടെ എല്ലാം ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസ്.